കേന്ദ്രമന്ത്രിയുടെ ബി ജെ പി രംഗത്ത് വെക്കുന്ന അവർക്ക് ആ മണ്ഡലം സ്വാധീനമുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് അങ്ങനെ ബി ജെ പി ഒരു പ്രധാന എതിരാളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും ഈ കാര്യത്തിൽ എനിക്കൊരു ആശങ്കയില്ല. ഇനി ബി ജെ പി മറ്റൊരാളിനെ കൊണ്ടുവന്ന് നിർത്തുന്നെങ്കിൽ അവരും നിർത്തിയട്ടെ, നല്ലതല്ലേ. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മത്സരമാകും. ആ മത്സരത്തിൽ വിജയം കൈവരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും നടത്തും. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ത്രികോണ മത്സരം 3 പേര് മത്സരിക്കുമ്പോൾ പ്രധാനപ്പെട്ട പാർട്ടികൾ എന്നുള്ള നിലയിൽ 3 ആളുകൾ പല പാർട്ടിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ അത് ത്രികോണ മത്സരമാകും. അതിന് ഇപ്പൊ ഒരു പ്രത്യേകതയൊന്നുമില്ല. ഇവിടെ മാത്രം ഒരു ത്രികോണ മത്സരം എന്ന് നിങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. അത് ആ മത്സരത്തിലൂടെ നമുക്ക് നാളെ കാണാൻ പറ്റും. എൽഡിഎഫിന്റെ കയ്യിലുള്ള സീറ്റാണ് അങ്ങ് പിടിച്ചെടുക്കുകയായിരുന്നു. സ്വാഭാവികമായി അങ്ങയുടെ പ്രധാനപ്പെട്ട എതിരാളി ആരെന്ന് ചോദിക്കുക സ്വാഭാവികമല്ല. എന്തേ ഒന്നുകൂടെ ചോദിച്ചു. എൽഡിഎഫിന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം അങ്ങ് പിടിച്ചെടുത്തതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ പ്രധാനപ്പെട്ട എതിരാളി ആരാണ് എന്നുള്ളത് സ്വാഭാവിക ചോദ്യമല്ലേ? അല്ല, സ്വാഭാവികമായിട്ടും ഞാൻ ഇന്നലെ തന്നെ പത്രസമ്മേളനം നടത്തി തന്നെ ഞാൻ പറഞ്ഞു. സ്വാഭാവികമായും ഞങ്ങളുടെ എതിരാളി എന്ന് പറഞ്ഞ് UDF LDF തമ്മിലാണ് ഇവിടെ ഈ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ ശക്തമായ പോരാട്ടം നടത്തുന്നത്. ഒരു സംശയമില്ല. അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു.